കഴിഞ്ഞ ഒരു 3 വർഷം നോക്കുകയാണെങ്കിൽ ഒരു 10-35ഓളം രാജ്യങ്ങളിൽ യാത്ര പോയി. അതിൽ 2 വർഷത്തിൽ ഫാമിലിയായിട്ട് മാത്രം, അതായത് മക്കളൊന്നും ഇല്ലാണ്ട് ഭാര്യയായിട്ട് മാത്രം യാത്ര പോയത് 6 രാജ്യങ്ങളിലേക്ക്. അതിലിട്ട് ഇന്നൊരു ആകർഷിച്ച ഒരു രാജ്യം എന്ന് പറയുന്നത് ബേസിക്കലി സ്വിറ്റ്സർലാൻഡ്. നമ്മൾ സാധാരണ പറയണ്ടല്ലോ ഭൂമിയിലൊരു സ്വർഗമുണ്ടെങ്കിലും അത് സ്വിറ്റ്സർലാൻഡ്. അത് വെറുതെ നമ്മൾ പണ്ട് പുസ്തകങ്ങളിൽ വായിച്ചതും കണ്ടതും അങ്ങനെയൊക്കെ രാജ്യമാണെങ്കിൽ ഭയങ്കര സംഭവമാണ്. അതായത് പച്ചപ്പും കൃഷിയും കുലീനതയും റിച്ച്നെസ്സും അല്ലാതെ വേറെ ഒന്നും അവിടെ അല്ല. ഇൻഫ്രാസ്ട്രക്ചർ, ഇത് കാര്യങ്ങൾ, ട്രാൻസ്പോർട്ട്, അതായത് ഒരു മനുഷ്യൻ സ്വപ്നം കാണുന്ന, ഈ ദുനിയാവിൽ സ്വപ്നം കാണുന്ന എല്ലാമുള്ള ഒരു രാജ്യം. അപ്പോൾ നമ്മളൊരു 11 ദിവസം വെറുതെ അലഞ്ഞു തിരിഞ്ഞ്, ഞാൻ ആദ്യമായിട്ട് സോളോ ട്രിപ്പ് പോകണം, ആരുമില്ല നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ. നോ പ്ലാൻസ്, നോ ഐറ്റിനറി, നോ ഹോട്ടൽ ബുക്കിംഗ്സ്, നത്തിങ്. പോകുന്നു, എയർപോർട്ടിൽ ഇറങ്ങുന്നു, ലഗേജ് പോകുന്നു, അത് കഴിഞ്ഞ് അവിടുന്ന് ഒരു ഹോട്ടൽ ബുക്ക് ചെയ്യുന്നു. ഹോട്ടലിൽ തന്നെ ഹോസ്റ്റലുകളിലൊക്കെ താമസിക്കുന്നുണ്ട്. ഇതിന്റെ മറ്റേണ്ടല്ലോ യൂത്ത് ഹോസ്റ്റലിലൊക്കെ താമസിച്ച് കുറെ ആൾക്കാരെ പരിചയപ്പെട്ട്, ആരും നമ്മളെ നോക്കാനില്ല. എൻ്റെ പാസ്പോർട്ട് ഞാൻ തന്നെ നോക്കണം, എൻ്റെ കാര്യങ്ങൾ ഞാൻ തന്നെ നോക്കണം, ചോദിച്ചു പോകണം. പക്ഷെ അതൊരു വേറെ ലേണിംഗ് ആയിരുന്നു. ഒറ്റക്ക് പോവുക, പിന്നെ നമ്മളെ പഠിക്കുക, നമ്മളെ തന്നെ. ഞാൻ എന്നോട് സ്വയം സംസാരിച്ചിട്ട് 20 വർഷമായി. നിങ്ങൾക്ക് അന്ന് മനസ്സിലായി. നമ്മളിപ്പോൾ DP ഇമേഴ്സിൽ പോകുമ്പോൾ നിങ്ങളോട് സംസാരിക്കണ്ടേ, പക്ഷെ ഞാൻ സംസാരിക്കണില്ലല്ലോ. ബിസിനസ് ഇമേഴ്സിൽ പോകുമ്പോൾ നിങ്ങളെ കമ്പനിയോട് സംസാരിക്കണ്ടേ, ഞാൻ സംസാരിക്കണില്ല. അപ്പോൾ നമ്മൾ ഒരു പ്രൊഫസർ അല്ലെങ്കിൽ കോച്ച് മോഡിൽ പോകുമ്പോൾ നമ്മൾ ശരിക്കും സംസാരിക്കാതായി പോകുന്നുണ്ട്. ഇടക്കിടക്ക് കൊല്ലത്തിൽ എങ്ങോട്ടും പോകണം, സ്വന്തം ആരും ഇല്ലാതെ ഒറ്റയ്ക്ക് യാത്ര പോകണം. ആൾക്കാർ വിചാരിച്ച് ഈ ഒറ്റയ്ക്ക് പോകണേ വേറെ എന്തിനോ പോവാണ്. നല്ല സ്വയം കണ്ടെത്താൻ വേണ്ടി പോകുന്ന, വായിക്കാൻ സമയം കിട്ടും, ചിന്തിക്കാൻ സമയം കിട്ടും, പ്ലാൻ ചെയ്യാൻ സമയം കിട്ടും. പക്ഷെ അപ്പോഴൊക്കെ മനസ്സിനെ ശരിക്കും അലട്ടിയ മറ്റൊരു സ്ഥലം, ഒരു സ്ഥലത്ത് പോകുമ്പോൾ അതുകൊണ്ടല്ലോ എന്ത് രസമുള്ള സ്ഥലം. ഇങ്ങനെ സ്ഥലത്ത് പോയി നമ്മൾ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ ഉടനെ ഉള്ളുന്ന് വേറെ ഫീലിങ്. കുടുംബം കൂടെ ഉണ്ടെങ്കിലും ഒരു പാർക്ക് പോയിട്ട് അവിടെ കുട്ടികൾ ഇങ്ങനെ ഓടി കളിക്കുമ്പോൾ കുട്ടികൾ വന്നില്ലെങ്കിൽ പൊളിക്കണം. അപ്പൊ ശരിക്ക് എന്തെങ്കിലും ഒന്ന് മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ എന്താ മിസ് ചെയ്തിട്ടുള്ളൂ? ഫാമിലിനെ മിസ് ചെയ്തിട്ടുള്ളൂ. എല്ലായിടത്തും ഇപ്പോ സൂറിച്ചായാലും ഇന്റർലേക്കിനായാലും മറ്റേ എന്താ പറയാ ഷിപ്സർ മേലുള്ള സ്ഥലത്തിന്റെ പേര് ഹയസ്റ്റ് ട്രെയിൻ സ്റ്റേഷൻ യൂംഫ്രോഹ് എന്നാണ് പറയുന്നത്. അതുപോലെ ബെർണീന എക്സ്പ്രസ് ഉണ്ട് യാത്ര. പിന്നെ ഇറ്റലിയിലേക്കുള്ള ഒരു യാത്ര ഉണ്ട്, തിരാനയിലേക്കുള്ള. അടിപൊളി. അത് മഞ്ഞിന് പോയാൽ മഞ്ഞിന്റെ ലുക്ക്, പച്ചക്ക് പോയാൽ പച്ചന്റെ ലുക്ക്, ഭയങ്കര സംഭവമാണ്. അപ്പൊ അപ്പോഴൊക്കെ നമുക്ക് മിസ്സായിട്ടുണ്ടെങ്കിൽ ആ ഒരു ഫാമിലി ഉണ്ടായിരുന്നെങ്കിലും. അപ്പൊ എന്നാലും ഇപ്പൊ ആരോന്ന് പറഞ്ഞല്ലോ ഫാമിലി ആയിട്ട് സിലർ പോകുന്ന ബാച്ചലർ പോണോ, ഭാര്യയായിട്ട് മാത്രം പോണോ, ഭാര്യയും മക്കളായിട്ട് പോകണം? ഭാര്യയായിട്ട് പോകണം ഭയങ്കര രസാട്ടോ. മക്കളില്ലാതെ അത് വേറെ വൈബാ. ഒരു സെക്കൻഡ് ഹണിമൂണിന്റെ വൈബ്. അതായത് നിങ്ങളുടെ ഭാര്യയൊക്കെ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ല സമ്മാനമാണ് എന്ത്? എപ്പോഴെങ്കിലും ഒക്കെ കൊല്ലത്തിൽ ഒരിക്കലെങ്കിലും മക്കളില്ലാതെ ആരും ഇല്ലാണ്ട്, ഫ്രണ്ട്സിനൊന്നും കൊണ്ടുവരുത്. മറ്റേ പരിപാടി ഉണ്ട്, 4 ഫ്രണ്ട്സ് കൂടിയിട്ട് പോകും, എന്നിട്ട് ഭാര്യമാരെ ഒരു കമ്പനിയാക്കും, നിങ്ങൾ വേറെ കമ്പനി. അതല്ല, നിങ്ങളും ഭാര്യയും മാത്രമുള്ള യൂണിറ്റ് ഒരു 4 ദിവസം യാത്ര പോയി, യു വിൽ അഗെയിൻ ഫാൾ ഇൻ ലവ് വിത്ത് യുവർ വൈഫ്. ഭയങ്കര സംഭവമാണ്. ഞാൻ കുറെ വർഷങ്ങൾക്ക് ശേഷം ആദ്യമായിട്ടാണ് നമ്മൾ തായ്ലൻഡിൽ പോയില്ലേ? ഇയാളുടെ കൈയൊക്കെ പിടിച്ചിരിക്കണേ. എനിക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടുണ്ട് ട്രാവൽ ചെയ്യാൻ. പക്ഷെ ഈ കഴിഞ്ഞ വർഷമാണ് വൈഫിനായിട്ട് സ്വന്തം മാത്രമായിട്ട്. അൺഫോർച്ചുനേറ്റ്ലി എന്റെ മകന്റെ പാസ്പോർട്ട് കിട്ടാത്തതുകൊണ്ടാണ് അവനെ കൂട്ടാൻ. പാസ്പോർട്ട് കിട്ടാൻ അപ്പൊ ഈ സ്കൂൾ വെക്കേഷന് നമുക്കൊന്ന് പിടിച്ചാലോ? അതായത് ഇതുവരെ സ്വിറ്റ്സർലൻഡ് പോകാത്തോല് അല്ലെങ്കിൽ ബാച്ചലറായി പോയവര് ഒന്നെങ്കിൽ ഭാര്യയായിട്ട് സ്വന്തം എക്സ്പ്ലോർ ചെയ്യാം, അതല്ലെങ്കിൽ ഫാമിലിയായിട്ട് പോകാൻ. മക്കളാ നിങ്ങളോ? പോയിനോ? അപ്പൊ ഇയാള് പോയിനെ. എന്തായാലും ഒരു 4-5 ദിവസം അത്ര വേണ്ടെന്നറിയോ? ഒരുപാട് വേണ്ട. ഫാമിലി ആയിട്ട് പോകുമ്പോ ഒരു 4 ദിവസം സ്വിറ്റ്സർലാൻഡ് ഫുള്ള് കറങ്ങാം. സ്വിസ് പാസ് എടുക്കാം. അതായത് എല്ലാ ട്രെയിനിലും ഫ്രീ, എല്ലാ പിന്നെ ബോട്ട് ഫ്രീ, ബസ് ഫ്രീ, ട്രാം ഫ്രീ, എൻട്രി ടിക്കറ്റ്സ് ഒക്കെ 50% ഓഫ്, ചില എൻട്രി ടിക്കറ്റ്സ് ഒക്കെ ഫ്രീ. സ്വിറ്റ്സർലാൻഡ് ഫുൾ എക്സ്പ്ലോർ ചെയ്യാൻ ആകെ അവിടുത്തെ അതായത് ട്രാൻസ്പോർട്ടേഷൻ സംഭവം 25,000 പാസ് എടുത്താൽ ശരിക്കും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു അലഞ്ഞ് തിരിഞ്ഞ് പ്ലാൻഡ് അല്ലാത്ത, ഇഷ്ടമുള്ളവർക്ക് ഓരോരുത്തർക്ക് ഓരോ പാസ്, അതതിന്റെ പാർട്ട് ഓഫ് ദ പാക്കേജ്. പക്ഷെ ബസ്സിൽ ആ തിരക്ക് കയറലൊന്നുമില്ല. തോന്നുമ്പോൾ നീച്ച്, തോന്നുമ്പം പോയി, തോന്നുന്നിടത്ത് ഇറങ്ങി, തോന്നുന്നിടത്ത് കയറി ഫുൾ എക്സ്പ്ലോർ ചെയ്യണ ഒരു അൾട്ടിമേറ്റ് ഫാമിലി. പക്ഷെ ലൈഫിൽ നമ്മൾ വിജയിച്ചു അല്ലെങ്കിൽ ഒരു അച്ചീവ്മെന്റ് എന്നൊക്കെ പറയാൻ ഞാൻ ഒരു വീഡിയോ ഇട്ടിരുന്നു. ഒരു മനുഷ്യന്റെ അച്ചീവ്മെന്റിന്റെ സക്സസ് സ്കെയിൽ മെഷർ ചെയ്യുമ്പോൾ ഒരു സ്കെയില്
ഭാര്യയും കുട്ടികളുമായിട്ട് സ്വിറ്റ്സർലാൻഡ് എന്ന രാജ്യത്ത് തന്നെ ഒരു 10 ദിവസം പോയി നിൽക്കാനുള്ള ഒരു സാമ്പത്തിക സ്ഥിതിയിലേക്ക് നമ്മൾ വളരുക. അതുപോലെ തന്നെ നമ്മളെ ബിസിനസ്സിന് അങ്ങനെ 10 ദിവസം മാറി നിൽക്കാനുള്ള ഒരു സാഹചര്യത്തിലേക്ക് ബിസിനസ് മാറുക, സിസ്റ്റം ആവുക. ഇത് മനുഷ്യന്റെ ഒരു അച്ചീവ്മെന്റ് ആയിട്ട് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്ന ഒരു KPI മെട്രിക്. ഇപ്പൊ തന്നെ ആലോചിച്ചെങ്കിൽ നമ്മളുടെ പറഞ്ഞു ഒന്നെങ്കിൽ സാമ്പത്തിക സ്ഥിതി ഉണ്ടാവില്ല, ചിലപ്പോൾ പൈസ മിക്കവാറും എല്ലാവരും ഉണ്ടാവും. എന്തുണ്ടാവില്ല, ആ 10 ദിവസം മാറിക്കാനുള്ള ഒരു ബിസിനസ് സ്ട്രക്ചറിങ് സിസ്റ്റം നമുക്ക് ഉണ്ടാവില്ല. അപ്പൊ ജൂലൈ വിളിച്ചു നോക്കാം. ജൂലൈ സ്കൂൾ വെക്കേഷന് അത് ഇപ്പൊ തന്നെ ഒലിപ്പിക്കല്ലേ? ജൂലൈയില് മാർക്കറ്റിംഗ് മീഡിയ ആണ് അത് പറഞ്ഞതാ.